First of all, we have to discuss about isochoric process. In an isochoric process, volume is constant. Thus, work done or by the gas is zero. The heat absorbed by the gas goes entirely to change its internal energy and its temperature. ഐസോകോറിക് പ്രോസസ്സിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനും മാത്രമാണ്. ആൻഡ് വാട്ട് ഈസ് ഐസോബാറിക് പ്രോസസ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻ ആൻ ഐസോബാറിക് പ്രോസസ് പ്രഷർ ഈസ് ഫിക്സ്ഡ്. ദെൻ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് ഗിവൺ ബൈ W ഈസ് ഈക്വൽ ടു P ഇൻറ്റു V2 മൈനസ് V1. That is equal to mu r T2 minus T1. Here the heat absorbed goes partly to increase internal energy and partly to do work. ഒരു ഐസോബാറിക് പ്രോസസ്സിൽ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും വർക്ക് ചെയ്യാനുമാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. The change in temperature for a given amount of heat is determined by the specific heat of gas at constant pressure. Next is cyclic process. In a cyclic process, the system returns to its initial stage. And here the change in internal energy, delta U, is equal to 0. In this case, the total heat absorbed is equal to work done by the system. ഒരു സൈക്ലിക് പ്രോസസ്സിൽ ടോട്ടൽ ഹീറ്റ് അബ്സോർബ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റത്തിന് ഈക്വൽ ആയിരിക്കും. പ്രഷർ വോളിയം ഡയഗ്രാം ഫോർ എ സൈക്ലിക് പ്രോസസ്, PV ഡയഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ് ആൻഡ് ഏരിയ ഓഫ് ദിസ് ലൂപ്പ് ഗീവ്സ് വർക്ക് ഡൺ ഓർ ഹീറ്റ് അബ്സോർബ് ബൈ ദ സിസ്റ്റം. ആ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഓർ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റമാണ്. സൈക്ലിക് പ്രോസസ്സിൻ്റെ ഒരു PV ഡയഗ്രാമാണ് നമ്മൾ ഫിഗറിൽ കാണുന്നത്. Now we have to discuss about heat engines. What is a heat engine? Heat engines convert heat energy into mechanical energy. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻജിൻസിനെയാണ് ഹീറ്റ് എൻജിൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് ബൈ വിച്ച് എ സിസ്റ്റം ഈസ് മെയ്ഡ് ടു അണ്ടർഗോ എ സൈക്ലിക് പ്രോസസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. ഹീറ്റ് വർക്കായിട്ട് മാറ്റുന്ന ഒരു സൈക്ലിക് പ്രോസസ്സ്, അതാണ് ഹീറ്റ് എൻജിനിൽ നടക്കുന്നത്. ഹീറ്റ് എൻജിൻസ് കൺസിസ്റ്റ് ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, വർക്കിംഗ് സബ്സ്റ്റൻസ്, ദ സിസ്റ്റം വിച്ച് അണ്ടർഗോ സൈക്ലിക് പ്രോസസ്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനാണ് സൈക്ലിക് പ്രോസസ്സ് സംഭവിക്കുന്നത്. സാധാരണയായി ഹീറ്റ് എൻജിനിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എ മിക്സ്ചർ ഓഫ് ഫ്യൂവൽ വേപ്പർ ആൻഡ് എയർ. ഡീസൽ എൻജിനിലാണെങ്കിൽ അല്ലെങ്കിൽ പെട്രോൾ എൻജിനിലാണെങ്കിൽ. സ്റ്റീം എൻജിനിൽ ആണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റീം. ദെൻ സെക്കൻഡ് കേസ് ഈസ് ആൻ എക്സ്റ്റേണൽ റിസർവോയർ അറ്റ് എ ഹൈ ടെമ്പറേച്ചർ T1. T1 എന്ന ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു എക്സ്റ്റേണൽ റിസർവോയർ. ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഹീറ്റ്. ദെൻ തേർഡ് വൺ ഈസ് T2 എന്ന ലോ ടെമ്പറേച്ചറിലുള്ള ഒരു എക്സ്റ്റേണൽ റിസർവോയർ. ഇറ്റ് ഈസ് കോൾഡ് സിങ്ക്. ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് W, ഹോട്ട് റിസർവോയർ T1, കോൾഡ് റിസർവോയർ ലോ ടെമ്പറേച്ചറിനെ T2, കോൾഡ് റിസർവോയർ T2. സോ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ വർക്കിംഗ് സബ്സ്റ്റൻസ് absorbs an energy Q1 from the source reservoir at a temperature T1. വർക്കിംഗ് സബ്സ്റ്റൻസിന് അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു.
It undergoes cyclic process and releases heat Q2 to cold reservoir. The change in heat Q1 minus Q2 is converted into work. This work is mechanical energy. The efficiency of a heat engine is represented as eta is equal to W by Q1. Here, Q1 is the heat input, that is the heat absorbed by the system in one complete cycle, and W is the work done on the environment in a cycle. Thus, W is equal to Q1 minus Q2, that is eta is equal to 1 minus Q2 by Q1. So, efficiency of a heat engine is given by eta is equal to 1 minus Q2 by Q1. In an external combustion engine, say a steam engine, the system is heated by an external furnace. In an internal combustion engine, it is heated internally by an exothermic chemical reaction. Heat engine working, നമുക്കൊന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് ടേക്സ് ഹീറ്റ് ആസ് ഇൻപുട്ട് ആൻഡ് കൺവേർട്സ് ദിസ് ഹീറ്റ് ഇൻ ടു വർക്ക് ബൈ അണ്ടർഗോയിങ് എ സൈക്ലിക് പ്രോസസ്. Schematic diagram of a heat engine is shown in figure. As before, hot reservoir, working substance, cold reservoir are shown in figure. Hot reservoir supplies heat to the engine. It is always maintained at a high temperature. Working substance absorbs heat from the hot reservoir and rejects heat to the cold reservoir. A simple example of a heat engine is a steam engine. The working substance in this is water, which absorbs heat from the burning of coal. The heat converts the water into steam. This steam does work by rotating the wheels of the train. ഇത് നമുക്ക് ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ആൻഡ് ദ കോൾഡ് റിസർവോയർ, ദ ഹീറ്റ് എഞ്ചിൻ ഇജെക്ട്സ് സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ടു ദ കോൾഡ് റിസർവോയർ ആഫ്റ്റർ ഡൂയിങ് വർക്ക്. ഇറ്റ് ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ ലോ ടെമ്പറേച്ചർ. Next session is refrigerators. Refrigerator is the reverse of heat engine. It is a device used to cool a portion of the space inside a chamber. AC-യുടെ വർക്കിങ്ങും ഇതിന് ഇക്വലൻ്റ് തന്നെയാണ്. The working substance extracts heat Q2 from the cold reservoir at a temperature T2. Doing external work W, and heat Q1 is released to the hot reservoir at a temperature T1. ഹീറ്റ് എഞ്ചിനിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. ഓൾമോസ്റ്റ് ഫിഗർ കാണുമ്പോൾ ഹോട്ട് റിസർവോയർ, കോൾഡ് റിസർവോയർ, വർക്കിംഗ് സബ്സ്റ്റൻസ് ഇതൊക്കെ തന്നെയാണ് കാണുന്നതെങ്കിലും ആരോ മാർക്കിൻ്റെ ഡയറക്ഷനിൽ ഇവിടെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വർക്കിങ്ങിലും വ്യത്യാസമുണ്ട്. ഇവിടെ കോൾഡ് റിസർവോയറിൽ നിന്നാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അതായത് കോൾഡ് ഏരിയയിൽ നിന്ന് നമുക്ക് ഏത് ഏരിയ ആണോ കൂളാക്കേണ്ടത് എന്നതുകൂടിയുണ്ട്. ആ ഏരിയയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വർക്ക് ചെയ്ത് ഹോട്ട് റിസർവോയറിലേക്ക് ഹീറ്റ് റിലീസ് ചെയ്യുന്നു. അതാണ് ഒരു റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ്. The working substance in a refrigerator is called refrigerant. In a refrigerator, the working substance സാധാരണയായി ഗേഷ്യസ് ഫോമിലായിരിക്കും, goes through the following steps. First one is sudden expansion of the gas from high to low pressure, which cools it and converts it into a vapor liquid mixture. ആദ്യമായി സഡൻ എക്സ്പാൻഷൻ ഓഫ് ദ ഗ്യാസ്. ഗേഷ്യസ് ഫോമിലുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു വേപ്പർ ലിക്വിഡ് മിക്സ്ചറായി. കൂൾ ചെയ്യുമ്പോഴാണ് വേപ്പർ ലിക്വിഡ് മിക്സ്ചറായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് അബ്സോർപ്ഷൻ ബൈ ദ കോൾഡ് ഫ്ലൂയിഡ് ഓഫ് ഹീറ്റ് ഫ്രം ദ റീജിയൻ ടു ബി കൂൾഡ്
കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു വേപ്പർ. ഏത് റീജിയൻ ആണോ നമുക്ക് കൂളാക്കേണ്ടത്, റെഫ്രിജറേറ്റർ ആണെങ്കിൽ റെഫ്രിജറേറ്ററിന് അകത്തുള്ള ആ ഏരിയ, AC ആണെങ്കിൽ ആ റൂം, ഏത് റൂമിലാണോ നമുക്ക് കൂളാക്കേണ്ടത് ആ റൂമിൽ, അവിടെ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കോൾഡ് ഫ്ലൂയിഡിനെ വേപ്പറാക്കാനായി ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഹീറ്റിംഗ് അപ്പ് ഓഫ് ദ വേപ്പർ ഡ്യൂ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ദെൻ ഹീറ്റിംഗ് അപ്പ് ഓഫ് വേപ്പറാണ്, ഇതിൽ എക്സ്റ്റേണൽ വർക്ക് ചെയ്യപ്പെട്ടു. ആൻഡ് ലാസ്റ്റ് പ്രോസസ് ഈസ് റിലീസ് ഓഫ് ഹീറ്റ് ബൈ ദ വേപ്പർ ടു ദ സറൗണ്ടിങ്സ്. ലാസ്റ്റ് ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു, ബ്രിങ്ങിങ് ഇറ്റ് ഇൻ ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് കംപ്ലീറ്റിംഗ് ദ സൈക്കിൾ. വീണ്ടും നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഗേഷ്യസ് ഫോമിലുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് കൂൾ ചെയ്യപ്പെടേണ്ട ഏരിയയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വർക്ക് ചെയ്ത് ഉണ്ടായ ഹീറ്റ് സറൗണ്ടിങ്ങിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. ഇതാണ് റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് സൈക്കിൾ. The coefficient of performance alpha of a refrigerator is given by alpha is equal to Q2 by W. എഫിഷ്യൻസിക്ക് പകരമായി റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നാണ്. ദാറ്റ് ഈസ് ആൽഫ ഇസ് ഈക്വൽ ടു Q2 by W. Heat pumps. The device used to pump heat into a portion of the space is called heat pump. A heat pump is same as a refrigerator. The coefficient of performance for heat pump is defined as Q2 by W. Second law of thermodynamics. ഇതിൽ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. No process is possible whose sole result is the absorption of heat from a reservoir and the complete conversion of heat into work. Second one is no process is possible whose sole result is the transfer of heat from a colder object to a hotter object. Kelvin Planck statement എന്താണെന്ന് വെച്ചാൽ, it is impossible for a device that operates in a cycle to receive heat from a single reservoir and produce a net amount of work എന്നുള്ളതാണ്. അതായത് ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ഹീറ്റ് കൺവേർട്ട് ചെയ്യാനായി ഒരു സിംഗിൾ റിസർവോയർ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ യൂസേജ് കൊണ്ട് മാത്രം സാധിക്കുകയില്ല എന്നാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ Clausius statement. No process is possible whose sole result is the transfer of heat from a colder object to a hotter object. ഒരു കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന്, ലോ ടെമ്പറേച്ചറുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇല്ലാതെ സാധിക്കില്ല എന്നുള്ള മീനിങ് ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക. Next is reversible and irreversible process. A reversible process is one which can be retraced in the reverse order so that it passes exactly through the same state as in the direct process. Retrace ചെയ്യാൻ പറ്റുന്ന, റിവേഴ്സ് ഓർഡറിൽ റീട്രേസ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. All steps of the process must be infinitely slow. Loss of heat due to friction, viscosity, resistance, etc. should be completely absent. The temperature and pressure of the system must not change considerably from the surrounding at any stage. That is, for example, slow evaporation of substance in an insulated container, slow compression of a spring, melting and boiling. Ideal case of adiabatic and isothermal process. ഇതൊക്കെ റിവേഴ്സിബിൾ പ്രോസസ്സിന് എക്സാമ്പിൾ. എനി പ്രോസസ് വിച്ച് cannot be retraced in the opposite direction by reversing controlling factors is called an irreversible process. റീട്രേസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രോസസ്സുകളെയാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്.
Almost all processes in nature are irreversible. Rusting of iron, dissolving of soap in water, etc. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നേച്ചറിൽ കാണാൻ സാധിക്കും ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ.